ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് പനീർ സബ്ജിയാണ്. ചില ദിവസങ്ങൾ നമുക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ആ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന പറ്റിയൊരു സൈഡ് ഡിഷാണ് പനീർ സബ്ജി. ഇപ്പോൾ കയ്യിലുള്ള മസാലപ്പൊടികളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സബ്ജിയാണ്. ഒരു സെമി ഗ്രേവി ടൈപ്പിലുള്ളൊരു സബ്ജിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചപ്പാത്തിയുടെ കൂടെ. ഈവൻ അതിനെ ഒന്ന് പനീർ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വളരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈവൻ ദോശയിൽ ഫില്ല് ചെയ്തിട്ട് കൂടെ വയ്ക്കാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ തട്ടിക്കൂട്ട് പനീർ സബ്ജി ഇങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള പനീർ സബ്ജി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. ഏത് എണ്ണ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഞാൻ ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്, സ്ലൈസ് ചെയ്ത് വെച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ പ്രോസസ്സൊക്കെ ഒന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സവാള വഴറ്റിയിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവണം. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞ മാതിരി തന്നെ ഇതൊരു ക്വിക്ക് ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പം സവാള ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട്. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആവും. അതിന് ശേഷം കണ്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങി, അതിൻ്റെ പച്ചപ്പൊക്കെ പോയി. അപ്പം അതിലോട്ട് ഞാൻ ഇനി പച്ച ചൊവയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം ഇനി അതിലോട്ട് ഞാൻ ഏകദേശം ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും പച്ചമുളകൊന്ന് എരിവൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കുഞ്ഞായി പൊടിയായി അരിഞ്ഞതാണ്. അപ്പോൾ ഒരു ഏകദേശം 1/2 ടീസ്പൂൺ വെച്ചിട്ട് വരും. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അതിലോട്ട് ഇപ്പോൾ നല്ലോണം കുറച്ചുകൂടെ കളർ മാറി. ഇനി ഞാൻ അതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി വെറുതെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയ ശേഷമാണ് ഞാൻ തക്കാളി ആഡ് ചെയ്തത്. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നാൽ നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാൻ പടച്ചൊന്നും വെച്ചില്ല, അല്ലാതെ തന്നെ ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിലോട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പം ഇതിലോട്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണേ ഞാൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മല്ലി, കൊറിയാൻഡർ സീഡ്സ് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇടികളിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. മല്ലിപ്പൊടിയല്ല ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഈ മുഴുവനായിട്ടുള്ള മല്ലിയാണ്. അപ്പോൾ ചിലതെല്ലാം ബ്രോക്കൺ ആണ്, ചിലതെല്ലാം പൊടിഞ്ഞിട്ടുണ്ട്, ചിലതെല്ലാം പീസസ് ആയിട്ട് കിടക്കുന്നുണ്ട്, ചിലതെല്ലാം മുഴുവനായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ പനീർ സബ്ജി കഴിക്കുന്ന സമയത്ത് നമുക്ക് കടിക്കാൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതൊരു പ്രത്യേകതരം ടേസ്റ്റാണ്. മല്ലിപ്പൊടിക്ക് പകരം ഈ മുഴുവനായിട്ടുള്ള മല്ലി ആഡ് ചെയ്ത് കൊടുക്കൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു 2-3 നുള്ള ഗരം മസാല, അതും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മല്ലിപ്പൊടി മുഴുവനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഈ ക്രഷ്ഡ് ആയിട്ടുള്ള മല്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വരണ മാതിരി, അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വന്നാൽ നമുക്ക് അതിലോട്ട് പനീർ
ഇത് അമൂൽ പനീരാണ്. ഏകദേശം ഒരു 200 ഗ്രാം 250 ഗ്രാമോളം പനീർ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾറെഡി അറിയാലോ, അമൂൽ പനീർ ഓൾറെഡി പീസസ് ആയിട്ട് തന്നെയാണ് കിട്ടുക. അപ്പം അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് പനീരൊക്കെ പെട്ടെന്ന് വെന്ത് വരും. പിന്നെ ഇതിലോട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. മസാലയൊക്കെ ഒന്ന് നന്നായി ചേർന്ന് പനീർ നല്ല സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഞാൻ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു, തീ ഓഫ് ചെയ്തു. നമ്മുടെ പനീർ സബ്ജി റെഡിയായി. ഇപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.